ബലോൺ ദോർ നേടാനായില്ലെങ്കിലും മികച്ച യുവതാരത്തിനുള്ള കോപ്പ ട്രോഫി തുടർച്ചയായ രണ്ടാം വർഷവും സ്വന്തമാക്കി ലമീൻ യമാലും ചരിത്രമെഴുതി. അനിൽ വാസുദേവുണ്ട് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. അനിൽ, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലത്തെ ആ പുരസ്കാര രാവ് ഏറെ വൈകാരികമായ പ്രതികരണവുമായി ഉസ്മാൻ വരുന്നു. ഒപ്പം തന്നെ ഈ പറയുന്ന പോലെ ഡെംബേലയ്ക്കാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ചാമ്പ്യൻസ് ലീഗിലെ ഒരു പ്രകടനം അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കി. ഒപ്പം തന്നെ PSG-യുടെ ഒരു പുരസ്കാര തിളക്കവും നമ്മൾ ഇന്നലെ കണ്ടല്ലോ. തീർച്ചയായും വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, ടിക്കെ, റിജിത്ത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഡെംബേലയുടെ കുതിപ്പ് തന്നെയാണ് കണ്ടത്. കഴിഞ്ഞ സീസണിൽ PSG-യുടെ പടയോട്ടം, ഫ്രഞ്ച് ക്ലബിൻ്റെ പടയോട്ടമാണ് ഫുട്ബോൾ ലോകത്ത് കണ്ടത്. അവരുടെ താരങ്ങൾ തന്നെയാണ്, അവരുടെ കോച്ച് തന്നെയാണ് മികച്ച ർക്കുള്ള പുരസ്കാരങ്ങളൊക്കെ തന്നെ സ്വന്തമാക്കിയത്. ഉസ്മാൻ ഡെംബേലെ ബാഴ്സലോണയിൽ കളിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ സീസണിന് മുന്നോടിയാണ് അദ്ദേഹം PSG-യിലേക്ക് കൂടുമാറിയത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു റീവാമ്പ് ഉണ്ടായി, അല്ലെങ്കിൽ ഒരു 2.0 ഡെംബേലയെ കാണാൻ സാധിക്കും. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ ലോകത്തെ തന്നെ ഏറ്റവും വിശ്വവിഖ്യാതമായ ഫുട്ബോൾ പുരസ്കാരം, ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിലുള്ള പുരസ്കാരം ഉസ്മാൻ ഡെംബേലയെ തേടി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിൽ ചാമ്പ്യൻസ് ലീഗ് അടക്കമുള്ള 4 ട്രോഫികൾ PSG-ക്ക് നേടിക്കൊടുക്കുന്നതിൽ നിർണായക പങ്ക് ഡെംബേലെ വഹിച്ചിരുന്നു. അതിനുള്ള സമ്മാനം അദ്ദേഹത്തിനുള്ള ഈ ബലന്തോർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. പ്രതീക്ഷിച്ച് തന്നെയാണ്. പ്രത്യേകിച്ച് ഫ്രാൻസ് ഫുട്ബോൾ മാഗസിൻ നൽകുന്ന ഒരു പുരസ്കാരമായതിനാൽ അവിടെ ഒരു താരത്തിന് ലിസ്റ്റിൽ മുൻഗണനയുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ മുന്നിലേക്ക് വരുമെന്നുള്ള കഴിഞ്ഞകാല ചരിത്രവും അങ്ങനെ തന്നെ ആവർത്തിക്കുന്നത് കണ്ടു. എന്തായാലും ഉസ്മാൻ ഡെംബേലെ ക്രിസ്റ്റീന സൂചിപ്പിച്ച തന്നെ വളരെ വൈകാരികമായി തന്നെയാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നത്. അദ്ദേഹം കരയുന്നുണ്ടായിരുന്നു. തൻ്റെ പഴയ ക്ലബായ ബാഴ്സലോണയ്ക്ക് അടക്കം നന്ദി പറയുന്നുണ്ടായിരുന്നു. ലിയോണൽ മെസ്സിക്ക് നന്ദി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ അങ്ങേയറ്റത്തെ വൈകാരിക നിമിഷങ്ങൾക്ക് കൂടിയാണ് ഈ തിയേറ്റർ ഓഫ് ഷാർലറ്റ് വേദിയായത്. ഒപ്പം തന്നെ വനിതാ താരങ്ങളിൽ തുടർച്ചയായ 3-ാം വർഷവും പുരസ്കാരം നേടിക്കൊണ്ട് ഐറ്റാന ബോൺമാറ്റി ചരിത്രം എഴുതുകയാണ് ഉണ്ടായത്. 2018 വനിതകൾക്ക് കൂടി ബാലന്തോർ കൊടുക്കാൻ തുടങ്ങിയത്. അവിടെ നിന്ന് ബാഴ്സലോണ താരങ്ങളുടെ ഒരു അപമഹത്വമാണ് പലപ്പോഴും കണ്ടത്. നേരത്തെ അലക്സിയ പുട്ടേഴ്സാണ് 2 തവണ പുരസ്കാരം നേടിയത്. പക്ഷേ കഴിഞ്ഞ 3 എഡിഷനിലും കൂടി പുരസ്കാരം നേടിക്കൊണ്ട് 3 തവണ കിരീടം നേടിക്കൊണ്ട് ഏറ്റവും കൂടുതൽ തവണ വനിതാ ബാലന്തോർ നേടുന്ന താരമെന്ന റെക്കോർഡ് കൂടിയാണ് ബാഴ്സലോണയുടെ സ്പെയിൻ്റെ താരമായിട്ടുള്ള ഐറ്റാന ബോൺമാറ്റി സ്വന്തമാക്കിയിരിക്കുന്നത്. നിരാശപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഒരു കാര്യമുണ്ടായത്, കോപ്പ ട്രോഫിയുടെ ഈ ബലന്തോർ ഒരുപക്ഷെ ലമീൻ യമാലിന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ധാരാളം ആളുകളുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം കൊണ്ട് ഒതുങ്ങേണ്ടി വന്നു. തുടർച്ചയായ 2-ാം വർഷവും കോപ്പ ട്രോഫി സ്വന്തമാക്കുകയാണ് ലമീൻ യമാൽ. പക്ഷേ ഇതും ഒരു ചരിത്ര നേട്ടമാണ്. ഇങ്ങനെ ബാക്ക് ടു ബാക്ക് കോപ്പ ട്രോഫി നേടിയ ഒരു ചരിത്രം മുമ്പുണ്ടായിട്ടില്ല. അങ്ങനെ ലമീൻ അവിടെ തിളങ്ങുന്ന കാഴ്ച കണ്ടു. മികച്ച വനിതാ യുവതാരത്തിനുള്ള അവാർഡ് ഇൻസിക്കാണ് നേടാനായത്. മികച്ച പുരുഷ കോച്ചായി PSG-ക്ക് വലിയ വലിയ നേട്ടങ്ങൾ സമ്മാനിച്ച സ്പാനിഷുകാരൻ ലൂയിസ് എൻറിക്കെ സ്വന്തമാക്കിയപ്പോൾ ഇംഗ്ലണ്ടിന് യൂറോ കപ്പ് നേടിക്കൊടുത്ത സെറീന വിഗ്മാനാണ് മികച്ച വനിതാ കോച്ചായി മാറിയത്. മികച്ച ക്ലബ്ബായി PSG-യും ഒപ്പം തന്നെ വനിതാ ക്ലബ്ബായി ആഴ്സണലും തിരഞ്ഞെടുക്കപ്പെട്ടു. ഏറ്റവും സന്തോഷം നൽകുന്ന പക്ഷേ മറ്റൊരു വൈകാരികമായ കാര്യം ഉണ്ടായിരുന്നത് സന ഫൗണ്ടേഷന് സാമൂഹിക പ്രതിബദ്ധതയ്ക്കുള്ള പുരസ്കാരം കിട്ടിയതാണ്. അതായത് ലൂയിസ് എൻറിക്കയുടെ മകൾ ചെറിയ പ്രായത്തിൽ തന്നെ ക്യാൻസർ ബാധിച്ച് മരിച്ചിരുന്നു. അപ്പോൾ സനയുടെ പേരിൽ തുടങ്ങിയ ഫൗണ്ടേഷനാണ് ഈ ഫുട്ബോൾ മേഖലയിൽ നൽകിയ സംഭാവനകളൊക്കെ തന്നെ പരിഗണിച്ച് അങ്ങനെ ഒരു പുരസ്കാരം കണ്ടു. മികച്ച ഗോൾ കീപ്പറായി ഡോണറൂമ തിരഞ്ഞെടുക്കപ്പെട്ടത് കാഴ്ചയും കണ്ടു. എന്തായാലും വർണ്ണശബളമായ ചടങ്ങ്. അതിൽ ഉസ്മാൻ ഡെംബേലയ്ക്ക് പുരസ്കാരം കിട്ടുന്നു. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ സീസണിലെ മികവുറ്റ പ്രകടനത്തിന് അതിന് അർഹിച്ച അംഗീകാരം തേടിയെത്തുന്നു. ലമീൻ യമാലിന് ഇനിയും 19 വയസ്സ് മാത്രമാണെങ്കിൽ ഇനിയും സമയമുണ്ട് എന്നുള്ള തരത്തിലുള്ള വാക്കുകളും ട്വിറ്ററിലും ഒക്കെ തന്നെ കാണാൻ സാധിച്ചു. എന്തായാലും ഉസ്മാൻ ഡെംബേലെ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളറായി മാറുന്നു. വനിതാ താരങ്ങളിൽ ഐറ്റാന ബോൺമാറ്റിക്ക് തുടർച്ചയായ 3-ാം വർഷവും വെല്ലുവിളി ഉണ്ടാകുന്നില്ല. ശരി, അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ഉസ്മാൻ ഡെംബേല ബലന്തിയോർ പുരസ്കാരം സ്വന്തമാക്കുന്നു. ഐത്താന ബോൺമാറ്റി തുടർച്ചയായ 3-ാം തവണയും പുരസ്കാര നേട്ടത്തിന് അർഹമാകുന്നു. അനിൽ വാസുദേവ് അതിന്റെ വിശദാംശങ്ങൾ സ്പോർട്സ് ഡെസ്കിൽ നിന്ന് പങ്കുവയ്ക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.